ഗായ്സ് ഇന്നലെ നമ്മളൊരു ഹോട്ടൽ റൂം സ്റ്റേക്ക് വേണ്ടി എടുത്തിരുന്നു. നമ്മളിന്നലെ വളരെ നൈറ്റായിട്ടാണ് വന്നത്. നമുക്ക് വീഡിയോ ഒന്നും വലിയ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലായിരുന്നു നമ്മുടെ റൂം. സോ നമ്മളിപ്പോൾ അവിടെ ഗയയിൽ എത്തിയിട്ടുണ്ട്. ഗയയിൽ നേരെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളൊരു ശിഖർ സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ സീക്രട്ടായിട്ടിരിക്കുന്നത്, കാണുന്നവരെ സീക്രട്ടായിട്ടിരിക്കുക. ഓക്കെ, ഡോൺ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക. കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടുന്ന് ലോക്കൽ ബസ് ഉണ്ട്, പക്ഷെ നമ്മൾ ലോക്കൽ ബസ് പിടിക്കുന്നില്ല. നമ്മളിവിടുന്ന് നേരെ ഊബറിൻ്റെ ഒരു ബൈക്ക്, അതായത് 2 മോട്ടോഴ്സ് വിളിച്ച് നമ്മൾ ടെമ്പിളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ചങ്ങയ്ക്ക് ഹൈറ്റൊന്നുമില്ല, പാവം എങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ വീട്ടി നമ്മളിപ്പോൾ ആക്ച്വലി എക്സാക്ട്ലി എവിടെയുള്ളത് ഞാനൊരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കാണിച്ചു തരാം. വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ഉണ്ടോ? ആക്ച്വലി ഒഫീഷ്യലി നമ്മൾ ബീഹാറിലാണുള്ളത്. ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് ബീഹാറിലാണുള്ളത്. ഗൈസ്, മലയാളികളുടെ സ്വഭാവ പ്രധാനം തന്നെ, നോർമൽ സ്വഭാവം തന്നെ. ഫ്രീ കിട്ടുന്നത് എവിടെ ക്യൂ നിൽക്കുക, അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് സോ പീസ്ഫുൾ ഗൈസ്. എല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കാറുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എക്സ്ട്രാ സാധനമൊന്നുമില്ല. ഇവർക്ക് കുറേ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇത്രേ ഉള്ളൂ. അല്ല, കിട്ടിയോണ്ട് നമ്മൾ ഹാപ്പിയാവും. ब्रो നമ്മളിവിടെ ഒരു ചങ്ങാനെ മീറ്റ് ചെയ്താണ്. आपका चैनल नेम क्या है? नमका एपिक. हम नेपाल से भाई है ना. अन्ना നമ്മൾ ചേട്ടയാണ്, അണ്ണയല്ല. അണ്ണ തമിഴ്നാട് है. मैं नहीं अन्ना तमिलनाडु बोलते हैं. अच्छा, आप केरला वाले कैसे बोलते हैं? केरला चेटा बोलते हैं. चेटा हाय चेटा वेन्नु स्वामी चिन्न स्वामी वेणुगोपाल अय्यर मित्र स्वामी. अच्छा, वो तमिल है. अच्छा लगा आपको मिल के. अच्छा ഗായ്സ്, അവിടെ എൻട്രി ചെക്ക് ഉണ്ട്. എൻട്രി ചെക്കിൽ എന്താ വെച്ചാൽ ഇലക്ട്രോണിക്സ് ഡിവൈസസും കാര്യങ്ങളും പവർ ബാങ്ക് ഒന്നും അലോഡല്ല. സോ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി 100 rupees സ്പെൻഡ് ചെയ്തു. നോ താങ്ക് യു. സോ ലെറ്റ്സ് സീ ഗൈസ് ഇഫ് ഇറ്റ്സ് വർത്ത് ഓർ നോട്ട്. ദിസ് ഈസ് ദ സ്പേസ് ഔട്ട്സൈഡ് വ്യൂ ഗൈസ്. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയുള്ള സ്ഥലമാണ്. നമുക്കിതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയത്തില്ല. സോ നമ്മളിങ്ങനെ നടന്നിങ്ങനെ കണ്ടിട്ട് പോകും, അത്രേ ഉള്ളൂ. ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. എന്താണെന്ന് കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ പൂവും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഭയങ്കര റിലീജിയസ് കൾച്ചറായിട്ടുള്ള സംഭവം തോന്നും. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അമ്മമാരെല്ലാം മുഖത്ത് പുകട്ടിട്ട് പോകുന്നുണ്ട്. So guys, we are at another amazing place. നമ്മൾ കാണാൻ വന്ന വേറെ സ്ഥലത്തിലെത്താണ്. ബുദ്ധൻ്റെ വേറൊന്നൊരു സംഭവമാണ്. എനിക്ക് എന്താണെന്ന് വലിയ പിടുത്തല്ല. ഉള്ളിൽ പോയി നോക്കാം. Guys, here you are seeing a mystery guys. 80 feet അടിയുള്ള ബുദ്ധൻ്റെ ടെമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്. ലോങ്ങത്ത് നമ്മളിവിടെ നിന്ന് കവർ ചെയ്യുന്നു. ഓക്കെ, സീ യു ഗൈസ്. സോ ഗൈസ്, ഈ കാണുന്നതാണ് 80 അടി ഹൈറ്റുള്ള ബുദ്ധൻ്റെ സ്റ്റാച്യു. സോ നമ്മൾ നേരത്തെ നിന്ന് സ്പോട്ടിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ടൊരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. സോ ആ ഒരു ദൂരം കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി സെറ്റപ്പായിട്ടുള്ളൊരു സംഭവം കാണാൻ പറ്റും. ശരിക്കും ഈ സ്റ്റാച്യു എടുത്തിട്ട് നമ്മൾ നേരത്തെ പോലെ അമ്പലം ആ ടെമ്പിളിൽ ഈ സംഭവം വെക്കണമായിരുന്നു. എന്നാലൊരു അടിപൊളിയായി. മൈ സജഷൻ. ഇന്നിവിടെ ഒരു പ്രത്യേക ഇത് നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഫെസ്റ്റിവൽ സംഭവം. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ മോങ്സിനെയും ഇതിൽ ചെയ്യുന്ന എല്ലാവരെയും കാണാൻ പറ്റും. കൂടുതലും ആ ഒരു ടൈപ്പുള്ള ആൾക്കാരാണ് ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ഫെസ്റ്റിവൽ ഒരു സീസണാണെന്ന് തോന്നുന്നു. എനിക്ക് എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഗയ ജംഗ്ഷനിലാണ്. നമ്മൾ ഈ ഗയ ജംഗ്ഷന് തിരിച്ച് പോവുകയാണ്. നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരെ നാട്ടിലാണ്. ഇനി നാട്ടിലേക്കേ ഉള്ളൂ. ഇനി ഇവിടുത്തെ പരിപാടികളെല്ലാം തീർന്നു. ഇനി നാട്ടിലേക്കാണ് ഒരു ട്രെയിൻ പോകുന്നത്.
ഇനി നേരെ നാട്ടിലോ. അപ്പം ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയോ ചെറിയ ചെറിയ വള്ളി കേസുകൾ ഇന്നലെ മുട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞ് ഇനി നേരെ നാട്ടിലെത്തിയിട്ടുള്ളൂ. ഇനി വേറെ ബാക്കി പരിപാടി ഉള്ളെന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണിപ്പോൾ. ഇനി ഇവിടുന്ന് നാടെത്തുന്ന ഒരു ടാസ്ക് ഒരു ടാസ്ക് ആയിട്ടുള്ള സാഹചര്യമാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് പ്രോപ്പറായിട്ട് ട്രെയിൻ കിട്ടിയില്ല. നമുക്ക് എങ്ങനെ ട്രെയിനിൽ കയറി പോവാം, എങ്ങനെ അവിടെ എത്താം. വാരണാസി സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. വാരണാസി സ്റ്റേഷനിൽ നിന്ന് ഇനി മുംബൈയിലേക്ക് പോകണം. മുംബൈയിലേക്ക് പോകാനാണ് ടാസ്ക്. ഇവിടുന്ന് ട്രെയിനില്ല. രാത്രി 1 മണിക്കാണ്ട് ഒരു ട്രെയിൻ ഉണ്ട്. അത് കിട്ടിയെന്ന് പറയാം. സോ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥയാണ്. ഇതിൽ കയറിയിട്ടാണ് അവിടെ നിന്ന് വന്നത്. പകുതി എത്തിയപ്പോഴേക്കും വീഡിയോ ഓഫായിപ്പോയി. ചാർജ് വന്നതിൻ്റെ പ്രശ്നമുണ്ട്. അവിടെ സ്റ്റേഷൻ എത്തിയിട്ട് ഇനി ചാർജ് കുത്തിയിട്ട് വേണം വീഡിയോ എടുക്കാൻ. ഓ ഗായ്സ്, നമ്മൾ ആൻറ്റീൻ്റെ അടുത്താണുള്ളത്. വട്ടുവനെ വീട്ടിലാണുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തി. നമ്മളിന്താ ഇപ്പോൾ ജസ്റ്റ് ഒരു 10-15 മിനിറ്റായുള്ള അറൈവായിട്ട്. എൻ്റെ മോനെ ടയേർഡ് എന്നൊക്കെ പറഞ്ഞ് എക്സ്ട്രീം ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമുക്ക് ജനറൽ സീറ്റിൽ അടിപൊളി 2-3 സീറ്റ് കിട്ടി. നല്ല നിവർന്ന് കിടന്ന് മലന്നാണ് ഞാൻ വന്നത്. ഈ ആ 2 ദിവസത്തെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഫുള്ള് കംപ്ലീറ്റ്ലി ഞാൻ ആ ഒരു സ്ലീപ്പർ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ TTR അടുത്ത് പോയി. പക്ഷേ TTR എനിക്ക് കിട്ടി, സീറ്റ് തന്നില്ല ഗായ്സ്. TTR പറഞ്ഞു മഡ്ഗോ വരെ ഒരു സീറ്റും ഇല്ല മോനെ, എവിടെ എന്തായാലും ഒരു സീറ്റ് കിട്ടില്ല പറഞ്ഞു. ഓക്കെ, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോയപ്പോൾ നല്ല അടിപൊളി സീറ്റ് കിടപ്പുണ്ട്. എന്നാൽ പിന്നെ ഇത് മതി എന്ന് പറഞ്ഞു നമ്മളവിടെ സുഖമായിട്ടിരുന്നു. ഒരു ചാർജിങ് പോർട്ടിൻ്റെ അടുത്ത്. വേറെ എന്ത് വേണം ഗായ്സ്? ഇതാ ഇപ്പം വന്നെത്തി. ആക്ച്വലി കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അതല്ല, സംഭവം മടിയായിരുന്നു. അത് വേറൊരു കേസ്. സോ അതാണ് ഗൈസ്. എന്നിട്ട് നാളെ വീട്ടിൽ പോകണം. നാളെ വീട്ടിൽ പോകാൻ എൻ്റെ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ നാളുകാലത്ത് അതൊന്ന് കയ്യിലൊന്ന് പിടിക്കണം. വൻ ചരിത്രമുള്ള സംഭവമാണ്. അയ്യോ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അയ്യോ, അതൊരു വല്ലാത്തൊരു സംഭവം കേട്ടോ. പിന്നെന്താ, പിന്നെ നേരെ വീട്ടിൽ പപ്പേൻ്റെ അടുത്ത് പോകണം. പപ്പേൻ്റെ ATM കാർഡ് എൻ്റെ അടുത്തുണ്ട്. അത് കൊടുത്തിട്ട് നേരെ ബാംഗ്ലൂർക്ക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തുറക്കണ്ട, ലൈക്ക് അടിച്ചോളൂ, ബെൽ ബട്ടൺ അടിച്ചോളൂ, മറക്കണ്ട. നിനക്ക് എന്തെങ്കിലും പറയണ്ടോ? എന്തായാലും പറയണ്ടേ പറഞ്ഞോ. ഇനി വീഡിയോയിലൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. എന്താ പറയാനുള്ള പറ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അയ്യേ, അവളിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ മുടി കാണിച്ചു വെച്ചേക്കുന്നുണ്ട്. ഓരയാണ് നമ്മളെ ഓരയാണ്. ഇന്ന് റോസ് ഡേ കേട്ടോ. അപ്പൊ എനിക്ക് രാവിലെ റോസൊക്കെ കൊണ്ടുതന്നു. ഞാൻ മാത്രല്ലേ ഈ ദിവസത്തിൽ ആദ്യം തന്നുള്ളൂ എന്ന് വിചാരിച്ച് ആശ്വസിച്ചു. വേണ്ട. Am I right, guys? അപ്പോൾ see you guys next video coming back soon. Subscribe ചെയ്യാൻ മറക്കണ്ട.